യു.എസ്. യമനിൽ വ്യോമാക്രമണം നടത്തുന്നു. ഇസ്രായേൽ ഗസയിൽ ശക്തമായ ആക്രമണം വീണ്ടും തുടങ്ങിയിരിക്കുന്നു. ഹമാസിനെയും യമനിലെ ഹൂതികളെയും പിന്തുണയ്ക്കുന്ന ഇറാന്റെ ആദ്യ പ്രതികരണമെത്തി. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ ഇറാൻ ശക്തമായി അപലപിച്ചു. ഗസയിലെ ആക്രമണത്തിൽ 400ഓളം സിവിലിയൻസാണ് കൊല്ലപ്പെട്ടത്. 600-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെടിനിർത്തലിന് ശേഷം ഗസയിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും കനത്ത ആക്രമണമാണിതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ മനുഷ്യകുരുതിക്ക് പിന്നിൽ ഇസ്രായേലിന്റെ സുഹൃത്ത് രാഷ്ട്രമാണെന്നും ഇറാൻ ആരോപിച്ചു. പ്രസ് ടിവിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയാണ് ഗസയിലെ ആക്രമണത്തിന് പിന്നിലെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇറാന്റെ വിദേശകാര്യ വക്താവാണ് പ്രസ് ടിവിയെ ഇക്കാര്യം അറിയിച്ചത്. ഗസയിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇസ്രായേൽ അമേരിക്കയുമായി ആശയവിനിമയം നടത്തിയതായി വൈറ്റ് ഹൗസിനെ ഉദ്ധരിച്ച് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാന്റെ കപ്പൽ അമേരിക്ക ആക്രമിച്ച് തകർത്തിരുന്നു. പിന്നാലെയാണ് ശക്തമായ പ്രതികരണവുമായി ഇറാൻ എത്തിയത്. ഇറാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ആക്രമണം നടത്തിയേക്കുമെന്ന സൂചനയും അതിനിടെ പുറത്തു വരുന്നു. യുദ്ധം അവസാനിപ്പിക്കാനും ചർച്ചകൾ പുനരാരംഭിക്കാനും ഇസ്രായേലിനോടും ഹമാസിനോടും ബ്രിട്ടൻ ആവശ്യപ്പെട്ടു. ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തെ റഷ്യയും അപലപിച്ചു. അറബ് രാജ്യങ്ങളായ ഖത്തറും സൗദി അറേബ്യയും ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അവശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗസയിൽ ആക്രമണം കടുപ്പിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. വെടിനിർത്തൽ കാലാവധി കഴിഞ്ഞതിന് പിന്നാലെയാണ് ഗസയിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം തുടങ്ങിയത്. വലിയ പരിശ്രമങ്ങൾക്ക് ശേഷമാണ് ജനുവരിയിൽ ഇരുപക്ഷവും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടത്. ഗസയുടെ വിവിധ ഭാഗങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ഈ വ്യോമാക്രമണം ഗസയിൽ കനത്ത നാശമാണ് വിതച്ചത്. ഗസ സിറ്റി, ദെയർ അൽ ബാല, ഖാൻ യൂനിസ്, റഫ എന്നിവയുൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലാണ് ആക്രമണങ്ങൾ നടന്നത്. സമീപകാലത്തെ ഏറ്റവും വലിയ ആക്രമണമാണിത്. കുടിയേറ്റക്കാർ താമസിച്ചിരുന്ന പ്രദേശങ്ങളും ആക്രമിക്കപ്പെട്ടുവെന്നും നിരവധി കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നും പലസ്തീൻ ആരോഗ്യ വിഭാഗം അറിയിച്ചു. ആക്രമണത്തിന്റെ ഉദ്ദേശം ഹമാസിനെ തകർക്കുകയാണെന്ന വാദം തന്നെയാണ് ഇസ്രായേൽ ഇത്തവണയും നിരത്തിയിരിക്കുന്നത്. രണ്ടാം ഘട്ട ചർച്ചയല്ല, ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കണമെന്ന മുന്നറിയിപ്പുമാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. ഹമാസുമായുള്ള കരാറിന്റെ രണ്ടാം ഘട്ടം നടപ്പിലാക്കാൻ ഇസ്രായേലിന് താൽപ്പര്യമില്ല എന്നതിന്റെ സൂചന കൂടിയായി ഈ ആക്രമണങ്ങളെ കാണാം. വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തിന് സാധ്യത തുറക്കുമെന്ന് ഇസ്രായേൽ ഭയക്കുന്നുണ്ട്. അതിനിടെ യു.എസിനെതിരെ അതിശക്തമായ ആരോപണം ഉന്നയിച്ച് ഹമാസ് വക്താവ് രംഗത്തു വന്നു. ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾ യു.എസിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് സങ്കീർണമാക്കുന്നതായാണ് ഹമാസ് വക്താവ് ഖാസെം ഖാസിം ആരോപിച്ചത്. CNN-ൽ വിറ്റ്കോഫിന്റെ അഭിമുഖം വന്നതിന് പിന്നാലെയാണ് ഖാസിമിന്റെ പ്രതികരണം. കുറച്ചുകൂടി വിവേകത്തോടെ ഹമാസ് പെരുമാറണമെന്നാണ് വിറ്റ്കോഫ് അഭിമുഖത്തിൽ പറഞ്ഞത്. ഇതാണ് ഹമാസിനെ ചൊടിപ്പിച്ചത്. ഭീകരതയ്ക്കെതിരെയുള്ള യു.എസിന്റെ തെളിവാണ് യമനിൽ നടത്തുന്ന ആക്രമണമെന്നും വിറ്റ്കോഫ് അഭിപ്രായപ്പെട്ടു. ഭീഷണിയല്ല, സമാധാന ശ്രമങ്ങൾ നടത്താൻ ഇസ്രായേലിനെ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഹമാസ് വക്താവ് വ്യക്തമാക്കി.